സിദ്ധനായ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു ദിവസം അമ്മയും അച്ഛനും ഒരു 7-8 വയസ്സായ ഒരു പെൺകുട്ടിയും കൂട്ടി ചെന്നു. ഇദ്ദേഹം അവരുടെ ഈ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ പരിശോധിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പല ഡോക്ടേഴ്സിനെയും കണ്ടു, പല ഹോസ്പിറ്റൽസിലുമൊക്കെ പോയി. അങ്ങയുടെ അഭിപ്രായം ഒന്നറിയാൻ, അങ്ങ് എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ്. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞു. പക്ഷെ അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയണം ഇതിനെപ്പറ്റി, അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നത് വിളയം കൊണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് 3 മാസവും കൂടെ ഇനിയുള്ളൂ. വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാം, ഒരു സർജറി ചെയ്യാം. പക്ഷേ ആ സർജറിക്ക് എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കേണ്ട, ചെയ്യാമെന്നേ ഉള്ളൂ. എന്ന് തന്നെയല്ല, അത് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു സർജറിയാണ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സാരമില്ല, അത് ചെയ്യാം നമുക്ക്. കാരണം അല്ലെങ്കിൽ 3 മാസമല്ലേ ഉള്ളൂ. ഇത് ഇല്ലെങ്കിൽ അത് കഴിയുന്നവരെയെങ്കിലും, ഈ സർജറി കഴിയുന്നവരെയെങ്കിലും എനിക്കൊരു പ്രത്യാശയുണ്ടല്ലോ, അതുകൊണ്ട് അത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറിക്ക് എല്ലാ ഒരുക്കങ്ങളുമൊക്കെ പൂർത്തിയായി. ഈ കുട്ടി തിയേറ്ററിലേക്ക് ഈ കുട്ടിയെ കയറ്റി കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ഈ കുട്ടി ഡോക്ടറെ കണ്ടു. ഉടനെ തന്നെ ഈ കൊച്ചു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, ഇത് ഓപ്പൺ ഹാർട്ട് സർജറിയാണോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, അതേ മോളെ, പക്ഷെ മോള് പേടിക്കൊന്നും വേണ്ട, കാരണം അനസ്തേഷ്യയൊക്കെ തന്നിട്ട് ആണിത് ചെയ്യുന്നത്, മോളൊന്നും അറിയുമൊന്നുമില്ല, മോള് കണ്ണടച്ചങ്ങ് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല ഡോക്ടറെ, ഇത് ഓപ്പൺ ഹാർട്ടാണോ എന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. അതെ, ഓപ്പൺ ഹാർട്ട് തന്നെയാണ് ഡോക്ടറെ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരനെ ഇരിക്കുന്നത് ഹൃദയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഹാർട്ടിൽ. അപ്പോൾ ഈ ഓപ്പൺ ഹാർട്ടാകുമ്പോൾ അങ്ങ് ആ സമയത്ത് ഈശ്വരനെ കാണുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഈശ്വരൻ്റെ രൂപം എന്താണെന്ന് അത് കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഡോക്ടർ തരിച്ചുപോയി. കാരണം ഒരമ്മ ഇങ്ങനെ പറഞ്ഞ് ഒരു തിയേറ്ററിലേക്ക് മകളെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ആ മനോധൈര്യവും ആ ചിന്തയൊക്കെ. എന്തായാലും ശരി, ഓപ്പറേഷൻ നടന്നു. ആ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ എൻ്റെ ഈശ്വര എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങേ വിളിച്ചിട്ടില്ല, പക്ഷേ ഈ കുഞ്ഞ് വിശ്വസിക്കുന്ന പോലെ അങ്ങ് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ എന്തെങ്കിലും, അങ്ങ് എല്ലാ കഴിവുമുള്ളവനാണ്, സർവ്വശക്തിമാനാണെന്ന് വിശ്വസിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അതിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു. അത്ഭുതം, ഡോക്ടറുടെ വാക്കാണ്, അത്ഭുതമെന്ന് പറയട്ടെ. ആ ഓപ്പറേഷൻ സക്സസ്സായി. ഹാർട്ടിൽ കൂടി ബ്ലഡെല്ലാം അങ്ങനെ ഒഴുകി ഒരു 70 വർഷം യാതൊരു വിഷമം കൂടാതെ ജീവിക്കാൻ പാടിയിട്ടുള്ള ഒരു ഹാർട്ട് അവൾ